മമ്മീസ് കിച്ചൺ. ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ണൂർക്കാരുടെ സ്വന്തം കേക്കാണ്. ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് യൂസ് ആക്കാം. പിന്നെ ഇതിനെ ചില സ്ഥലങ്ങളിൽ വെട്ട് കേക്ക് എന്നും വിളിക്കലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റായി അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് 15 മുട്ടക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അളവിൽ ചേഞ്ച് ചെയ്താൽ മതി. ആദ്യം മിക്സിയുടെ ജാറിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിപ്പോൾ മുഴുവനായി മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്തത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാമിന്റെ നെയ്യ് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന്റെ കറക്റ്റ് അളവ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. മൈദ എല്ലാം ഒന്നിച്ച് ഇടേണ്ട, അല്പമായി ചേർത്ത് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് മൈദയുടെ അളവിൽ അല്പം മാറ്റമൊക്കെ വരും. നല്ല ടൈറ്റ് ആവാനും പാടില്ല, നല്ലോണം ലൂസ് ആവാനും പാടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് പരമാവും വരെ മൈദ ഇട്ട് കൊടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മൊത്തം 12 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 12 കപ്പ് ഏകദേശം 2 കിലോഗ്രാം ഉണ്ടാവും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അധികം മൈദ ചേർത്താൽ കട്ടി കൂടും, പിന്നെ ഉൾഭാഗവും വെന്ത് കിട്ടില്ല. ഇത് നല്ല കറക്റ്റ് പരവുമായിട്ടുണ്ട്. ഇനി ഇത് 3 മണിക്കൂർ റെസ്റ്റിനായി അടച്ചു വെക്കാം. ഇതിപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ബോൾ രൂപത്തിൽ എടുത്ത് പരത്തിയെടുക്കാം. ഇതിനായി നല്ല വലിയ സൈസിലാണ് ബോളാക്കി എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് കോല് കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് കത്തി വെച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചട്ടകം വെച്ചോ കട്ട് ചെയ്യാം. ഇതിപ്പോ ഓരോന്ന് എടുത്തു മാറ്റി ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇടക്ക് ചട്ടകത്തിന് മൈദ ആക്കി കൊടുക്കാം. ആക്കിയില്ലേൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ തന്നെ മുഴുവനായും കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ അല്പം വിട്ട് എടുത്തു വെക്കാം. ഇനി ഓയിൽ ചൂടാക്കാം. ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി കുറച്ചായി ഇട്ട് പൊരിച്ചെടുക്കാം.
ഫ്ലെയിം കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായി ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ ഓരോ സൈഡും തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്തൊരു ബട്ടർ പേപ്പർ വിരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് മൊത്തമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ക്രിസ്പി ആയി കിട്ടും. ഇത് നമുക്ക് 2 മാസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം. ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.